ഒരു മീറ്റ് ലവറായ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെസ്സി ആയിട്ടുള്ള ബർഗറാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ പിസയും വന്നിട്ടപ്പോഴേക്കും കൊച്ചിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബർഗർ ഷോപ്സും ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ട്. ബർഗർ ജോൺസും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ടൈപ്പ് ഓഫ് ബർഗർ ഇതാണ്, മെസ്സി ബർഗേഴ്സ്. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മളിപ്പോൾ അത് വാലന്റൈൻസ് ഡേ ഡിന്നർ കഴിക്കാനായിട്ട് ഗ്രിൽ ഹാവിൽ വന്നിരിക്കുന്നതാണ്, നമ്മുടെ ഫേവറേറ്റ് സ്ഥലം. അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ ചെയ്യാം. ഇവിടെ നിന്ന് സ്കാൻ ചെയ്തിട്ടാണ് ഈ സാധനം കിട്ടണേട്ടാ. ഞാനൊന്ന് തപ്പട്ടെ. എനിക്കിന്ന് പിസ്സ കഴിക്കണം മൈൻഡ്. യൂഷ്വലി ഞാൻ ബർഗറാഫിയാണ് കഴിക്കണത്, പക്ഷേ ഇന്ന് ഞാൻ പിസ്സയാണ് കഴിക്കണം. ഞാൻ ഇന്ന് പെപ്പറോണി പിസ്സയാണ് പറയണം. ബർഗർ ഏതാ പറയണം? ബർഗറാഫിയാണോ? അത് പറഞ്ഞാൽ മതി, അതാണ് സെറ്റ്. വയറിറങ്ങി. ഇവിടെ ബേക്കൺ ബീഫ് പിസ്സ ഉണ്ട്. അപ്പോൾ പോർക്ക് പോയാ എന്നത് പറയാൻ സമ്മതിക്കുമോ? ജോ ബ്രേക്കറിനേക്കാളും എനിക്കിഷ്ടമുള്ള പിസ്സ ബർഗറാഫി കണ്ടാ, കൂടുതൽ സാധനങ്ങളുള്ള. അപ്പോൾ എന്തായാലും ബേക്കൺ ബീഫ് പിസ്സ ഉണ്ട്, ചീസ് പിസ്സ, വെജൊന്നും നമുക്ക് വേണ്ട. മീറ്റ് ലവേഴ്സ് പിസ്സ ഉണ്ട്, ബീഫ് ആൻഡ് ചീസ് പിസ്സ ഉണ്ട്, ചിക്കൻ ആൻഡ് ചീസ് പിസ്സ ഉണ്ട്, ചിക്കൻ ആൻഡ് ചീസും വേണ്ട. പെപ്പറോണി ഉണ്ട്. പെപ്പറോണി പറയണോ മീറ്റ് ലവർ പിസ്സ പറയണോ? കൺഫ്യൂഷൻ ആയല്ല. മൈ ഗാഡ്. ഇതാ ഈ മീറ്റ് ലവർ പിസ്സ പറയാം. അതാകുമ്പോൾ ഗ്രൗണ്ട് ബീഫ്, ഗ്രില്ല്, ചിക്കൻ, ലാമ്പ്, പെപ്പറോണി, മോസറല്ല എല്ലാം ഉണ്ട്. മീറ്റ് ലവർ പിസ്സയും ബർഗറാഫി. എക്സ്ട്രാ ബേക്കൺ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എക്സ്ട്രാ ബേക്കണും കൂടി ആഡ് ചെയ്യണം. ഇഷ്ടംപോലെ ബർഗേഴ്സ് ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബർഗർ ബർഗറാഫിയാണ്. ഫസ്റ്റ്ലി ഞാനാണ് എപ്പോഴും ബർഗർ കഴിക്കണം. നിനക്ക് ബേക്കൺ വേണോ? വേണ്ട, അവർക്ക് ബേക്കൺ കൂടി എടുത്ത് കഴിഞ്ഞാൽ അവൾ മിക്കവാറും മലന്ന് വീഴും. എൻ്റെ പിസ്സന്ന് ബർഗർ ഞോണ്ടിക്കോ. 980 സക്സസ്ഫുള്ളി സെൻഡ് ടു കിച്ചൺ. ഓക്കെ. ഞാനിപ്പോൾ ഇവിടെ പൊതുവേ വരുമ്പോൾ കഴിക്കുന്ന സാധനം പാസ്തയാണ്. ആദ്യമായിട്ടാണ് നമ്മൾ പാസ്ത ഓർഡർ ചെയ്യാത്തത്. ഭയങ്കര നല്ലതാണ് ഇവിടെ. മാക്ക് ആൻഡ് ചീസ് പാസ്തയേക്കാളും എനിക്ക് ഇഷ്ടപ്പെടുത്ത മാക്ക് ആൻഡ് ചീസ് ബർഗറാണ്. കിട്ടില്ല സാധനമാണത്. നീ ഇന്ന് കുറേ ഇറച്ചി ഇങ്ങോട്ട് കഴിക്കുക. ബർഗറാഫി ആകുമ്പോൾ എല്ലാം ഉണ്ടാവും. കേട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ആക്സുക്കി ഫുഡിയാണ് ഇന്ന് കഴിക്കുന്നത്. വൈറ്റും റെഡും ആയിട്ടുള്ള സാധനം എൻ്റെ ഇല്ല, അതുകൊണ്ട് ഞാൻ ബ്ലാക്കും വൈറ്റും റെഡും ആയിട്ടുള്ള സാധനം നോക്കിയിട്ടുണ്ടോ. ഇവള് വാലന്റൈൻസ് ഡേക്ക് ഡിന്നറിനാണോ അല്ലെങ്കിൽ ആരുടെയും കല്യാണത്തിന് ഇറങ്ങിയതാണോ എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പറ്റിപ്പ് റീൽസൊക്കെ എടുക്കണ എന്താ കണ്ട, ഇതാണ് റിയാലിറ്റി. ഇറുക്കല്, പിടിക്കല്, പിച്ചല്. എൻ്റെ അവള് മറ്റേ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ വന്നിട്ട് അയ്യോ എന്തൊരു പാവെന്ന് തോന്നും. അപ്പൊ അനുപയുടെ ബർഗറാഫി ബർഗർ വന്നിട്ടുണ്ട്. അതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, എല്ലാ മീറ്റുകളും ഉള്ളതാണ്. ഓക്കെ, നൈസ്. കുത്തിരിക്കുമോ അത്? ഇവിടുത്തെ ഫ്രൈസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കുറച്ച് സോഗിയായി പോയിട്ടോ ഫ്രൈസ്. പൊതുവെ നല്ല മൊഞ്ചി കഴിക്കാറ്, ഇന്ന് കുറച്ച് സോഗിയായി. ആ ക്രിസ്മസ് ഇല്ല. പെരി പെരി ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സോഗിയായി എന്നുള്ളത്. ചിലത് അത്ര ആയിട്ടില്ല, ചിലത് ഫ്രൈസ് ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ മൊരിമരിപ്പ് പോയിന്നുള്ളൂ. അപ്പോൾ കഴിക്കാൻ തുടങ്ങിയോ? എൻ്റെ ഫേവറേറ്റ് ബർഗറാണ് കേട്ടോ കൊച്ചിയിലുള്ളതിൽ. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബർഗർ. ഇതിനകത്ത് 2 ബേക്കണും കൂട്ടിയിട്ട് കഴിക്കണമെന്നാണ് എൻ്റെ രീതി, പക്ഷെ അനുഭവക്ക് അത്ര താങ്ങാൻ പറ്റില്ല, അതാണ്. ഇവിടെ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ജോ ബ്രേക്കർ, ഡെർലെക്സ്, ഇതെല്ലാം അങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ. ഹെൽത്ത് ഐ കോൺക്കറർ എന്നൊരു ബർഗറുണ്ട്, അത് അടിപൊളിയാണ്. ഇവിടെ അനുഭവം മറ്റേ അന്നപൂർണ്ണ വൃന്ദാവനിലൊക്കെ പോയിട്ട് ദോശ കഴിക്കണം. ഞങ്ങൾ ഒരു സാധനം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നുമില്ല, ഹോട്ട് ചോക്ലേറ്റ് ആണ് കേട്ടോ. അതിനകത്ത് തന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, മിൻസ്ഡ് ബീഫ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഈ ബർഗറിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് ആദ്യത്തെ
ഇവിടെ ഗ്രില്ലാപ്പ് തുടങ്ങിയ സമയത്തുള്ള ബർഗറാഫി അല്ല ഇപ്പോൾ ഇത്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇറ്റ്സ് സ്റ്റിൽ വർത്ത് ഇറ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം. കൊച്ചിയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ബർഗർ ഷോപ്സും ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ട്. ബർഗർ ജോൺസും കഴിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ ടൈപ്പ് ഓഫ് ബർഗർ ഇതാണ്, മെസ്സി ബർഗേഴ്സ്. ഇത് എഗ്ഗാണ് ഇത് എഗ്ഗാണ്. അത് ഒരു റിങ് പോലത്തെ ഒരു സാധനമുണ്ട്. ആ സാധനത്തിലിട്ടാണ് ഉണ്ടാക്കണത്. നമ്മുടെ ഓൺലൈൻ വാങ്ങാൻ കിട്ടുമത്. പണ്ട് ഈ ബർഗറിനകത്ത് തന്നെ സലാമി അങ്ങനെ സോസേജ് കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അന്ന് പക്ഷേ പ്രൈസ് ഇതല്ലായിരുന്നു, ഇതിനും കൂടുതലായിരുന്നു. ഇവർ പ്രൈസ് ഡൗൺ ചെയ്തപ്പോഴേക്കും അതൊക്കെ കുറച്ചു തന്നേ ഉള്ളൂ. പിന്നെ കൊച്ചിയിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലായിടത്തു നിന്ന് ഹോട്ട് ചോക്ലേറ്റും കഴിച്ചിട്ടുണ്ട്. ഇതിനെ വല്ല ഒരൊറ്റ സാധനത്തിന് പറ്റില്ല. അത് ഞാൻ ധൈര്യമായിട്ട് പറയും. ഇതിനെ വല്ല ഇവിടെ കൊച്ചിയിൽ വേറെ ഹോട്ട് ചോക്ലേറ്റ് ഇല്ല. അങ്ങനെ പറയാൻ റീസൺ കൂടി ഉണ്ട്. മറ്റുള്ള സ്ഥലത്ത് മിൽക്കിലേക്ക് ചോക്ലേറ്റ് ഇട്ട് വെറുതെ ഇളക്കി തരിക, അല്ലെങ്കിൽ മറ്റേ ബൂസ്റ്റ് പരുവത്തിൽ ചെയ്തു തരുന്ന പരിപാടിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലിറ്ററലി ചോക്ലേറ്റ് പാനിലിട്ട് ഉരുക്കിയിട്ട് ഒഴിച്ച് തരണേണ്. അതാണ് വ്യത്യാസം. പക്ക ചോക്ലേറ്റ് ഉരുക്കി വെള്ളം പോലെ സീനിലാക്കിയിട്ട് അതിപ്പോൾ സെമി തിക്ക് രീതിയിൽ അത് നേരെ തരുന്നതാണ്. ഇവരെല്ലാം പറ്റില്ല കാര്യത്തിൽ. നമ്മുടെ പിസയും വന്നിട്ടപ്പോഴേക്കും നമ്മുടെ പിസ മീറ്റ് ലവേഴ്സ് പിസ. അതിനകത്ത് ബേക്കൺ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ബേക്കണാണ്, പോർക്ക് ബേക്കൺ. ഇത് ബീഫല്ല, പോർക്കാണ്. എടുത്തു പറയാനാണ് അത് പോർക്ക് ബേക്കണാണ്. ബേക്കൺ നൈസ്. ബേക്കൺ അടിപൊളിയായിരുന്നു. പിസ ഒന്നും കഴിച്ചു പോകട്ടെ. ചൂട് ഇത് ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്തതിന് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യിപ്പിക്കട്ടെ. അല്ല കഴിക്കാൻ ഇച്ചിരി പണിയായിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, നിങ്ങൾക്ക് പഴയ ബർഗറാഫി കാണുമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ FRK_vlogs. അതിനകത്ത് പണ്ട് ഫുഡ് റിവ്യൂസ് കൊച്ചിയായിരുന്ന ടൈമിൽ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഇട്ടിട്ടുണ്ട്. അതെടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും പണ്ടത്തെ മോഡൽ എങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കും ഹൈറ്റിൽ. അത് ഞാനന്ന് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഓൾറെഡി അതിനകത്ത് ലാമ്പുണ്ട്, ബീഫുണ്ട്, എല്ലാം ഉണ്ട്. അതുകൂടാണ്ട് എനിക്ക് പോർക്കും കൂടി വരാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കൺ കൂടി ചേർത്ത് വെക്കുമായിരുന്നു. അത് ശരിക്കും നമ്മൾ ലിറ്ററലി ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നു പോകും. ആ ലെവലാണ് അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇത് പോസിബിൾ. ഇപ്പോൾ ഒരാൾക്ക് അത്യാവശ്യം വിഷമമുണ്ടെങ്കിൽ തീർക്കാൻ പറ്റും. ഐ ആം പ്രൗഡ് ഓഫ് അനുഭവം. ഞാൻ അനുഭവം കൂടി ചേർത്ത് അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒറ്റ കഴിക്കാൻ പണിയായിരുന്നു കേട്ടോ. അതിപ്പോൾ കുഴപ്പമില്ല. ഇവൾക്ക് ഇതിനകത്തൊരു സ്ലൈസിങ് കഴിക്കാൻ പറ്റും. പറ്റുമെന്ന് തോന്നുന്നു. ഒന്നാണ് ഒരെണ്ണം കഴിക്കാൻ പറ്റില്ലേ. അത് ഞാൻ പറയാം, ഇത് മുറിപ്പിക്കാം. പക്ഷേ ഇവിടെ നേരത്തെ ഒരു ഓഫീസ് ടീം ലഞ്ച് എന്തോ ആയിരുന്നു. അതാണ് അത്ര ബഹളം ഉണ്ടായിരുന്നത്. പിന്നെ അവരടിച്ചു പൊളിക്കാൻ വന്നേക്കണേ. അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നത്. നമ്മൾ ഇതിനേക്കാൾ വലിയ അലമ്പായിരിക്കും ചിലപ്പോൾ കൂട്ടുകാരായിട്ട് ചെല്ലുമ്പോൾ. നമുക്കറിയില്ലല്ലോ, സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പിസ്സ കഴിക്കാം. ഇതിപ്പോൾ ഇത്ര കാണുന്ന ഒരു പീസ് ഇതിപ്പോൾ 4ആയിട്ട് മുറിച്ചുള്ളൂ. നമുക്കത് 8ആയിട്ട് മുറിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ അനുഭവി ഗിഫ്റ്റ് കൊടുത്ത വാച്ചാണ് ഇന്ന് ഇട്ടേക്കണം കേട്ടോ. ഇഷ്ടമായോ? എൻ്റെ കിഡിലും ഡിസ്പ്ലേയും നല്ല സൗണ്ടും അല്ലേ കോൾ വിളിക്കാൻ. ആ പരാതി ഇപ്പോൾ മാറിക്കിട്ടി. ഇനിയിപ്പോൾ എൻ്റെ വാച്ച് അടിച്ചിട്ട് പോവില്ല. ഇതാവുമ്പോഴേക്കും ഇത് അതും ഗിഫ്റ്റ് കിട്ടിയ സാധനമാണല്ലേ. ഓക്കെ, ഇന്ന് ഫുള്ള് ഗിഫ്റ്റാണ് കേട്ടോ. അടി തൊട്ടും മുടി വരെ ഗിഫ്റ്റാണ്. ഒരു ഗിഫ്റ്റ് പെൻഡിങ് ഉണ്ട്. ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വീട്ടിൽ വന്നുകൊണ്ട് നമ്മളൊരു സാധനം മേടിക്കാൻ പോകാനിരുന്നത് നമ്മൾ നാളത്തേക്കാക്കി. അതിനിവിടെ ചാനൽ ഷോർട്സ് ആയിട്ട് വരുമായിരിക്കും അല്ലേ. സ്റ്റാഫ് കുറച്ച് ബിസിയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഒന്ന് മുറിച്ചിട്ടാ. പക്ഷേ ഞാൻ മുറിച്ചാൽ കാണാണ്ട് കേട്ടോ. കുറച്ച് സോൾട്ടി ആൻഡ് കുറച്ച് സോർനെസ്സും ഉണ്ട്. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സോൾട്ടി ഇൻ ദ സെൻസ് പറഞ്ഞാൽ ഓവർ ഉപ്പല്ല, എന്നാലും കുറച്ച് ഉപ്പുണ്ട്. ചീസിൻ്റെ ഇതും എല്ലാം. പിന്നെ അതുപോലെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ചിക്കൻ അങ്ങനെ സാധനത്തിൻ്റെ ഒക്കെ ഒരു ഉപ്പുണ്ട്. പിന്നെ ഇതെനിക്ക് സോർഡോ ബ്രെഡ് ആണെന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഒരു സോർനെസ്സും ഉണ്ട്. കൊള്ളാം, എനിക്കിഷ്ടമായി. ചീസ് പുള്ളുണ്ടാവും. നല്ല ചീസിൻ്റെ ഒരു ക്വാളിറ്റിയാണ് അത്.
പക്ഷേ ഇവിടെ 11 മണിക്ക് ക്ലോസിങ് ടൈമാണ്. അപ്പം ഞങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓർത്ത് വന്ന ആ ബാക്കി പിസ്സയും ഹോട്ട് ചോക്ലേറ്റും അങ്ങോട്ട് പാർസലാക്കണം. അപ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇതുവരെ ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടുമില്ല, അമ്മയും മോനും. അപ്പോൾ അവർക്ക് രണ്ടും അത് കഴിക്കാനും പറ്റും, കഴിച്ചു നോക്കാനും പറ്റും. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ കഴിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിലും കഴിച്ചോളൂ. അമ്മ രാവിലെ കഴിച്ചോളൂ. അപ്പം അമ്മയ്ക്കാരും കിടന്നിട്ടുണ്ടാവും. നാളെ സ്കൂളുണ്ട്. നാളെ അവർ ട്രിപ്പ് പോകണേ ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ ചെന്നായിപ്പോയി. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവരുടെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാണ്. ഫുഡ് വേറെ ലെവൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, there are 2 types of burgers in കൊച്ചി, one grill lab and the other. ഞാൻ എമിനൻസിൻ്റെ കേസിൽ ഇത് തന്നെ പറയാറ്. അത് തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. എൻ്റെ ഫേവററ്റ് സ്ഥലമാണ്. 1 2 3 അല്ലേ സെറ്റ്. ഒരു കാര്യം കാണിക്കാൻ മറന്നുപോയി, നല്ല അടിപൊളി പാക്കിങ് അല്ലേ അവരുടെ. ഇതൊക്കെ എന്താണ് ചാറ്റബിൾ ഡ്രസ്. ഓക്കെ, 3 പീസ്, 2 പീസ് അതിനകത്ത് 1 പീസ് അതിനകത്ത്. അതാ ഞങ്ങൾ ഫാനൊക്കെ ഇട്ട് തണുപ്പിക്കണം, എന്നാലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവർക്കും വീണ്ടും ഒരു വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു. ബൈ ബൈ, ഗുഡ് നൈറ്റ്.